ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഉമാ കണ്ണൻ വേൾഡ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇവിടെ ഒരു കപ്പലണ്ടി നല്ലോണം വറുത്ത് അതിൻ്റെ തൊലിയെല്ലാം റിമൂവ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു കപ്പ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കപ്പ് കോക്കനട്ട് ആണ്. നമ്മൾ തേങ്ങ ചിരണ്ടിയതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്തു വെച്ചേക്കുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ശർക്കര, ഒരു ചെറിയ കഷ്ണം ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ഉരുക്കി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നെയ്യ്, അത് ആവശ്യത്തിന്. പിന്നെ ഏലക്ക, അത് 2-3 ഏലക്കയുടെ പീസസ് ആണ് നമുക്ക് വേണ്ടത്. ഫസ്റ്റ് നമുക്ക് തേങ്ങ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാം. ഫസ്റ്റ് നമ്മൾ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട്. നമുക്ക് നല്ലോണം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാം. ഒരു 2 മിനിറ്റ്സ് എങ്കിലും നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കണം. ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നത്. അതേസമയം നമുക്ക് കപ്പലണ്ടി ഒന്ന് മിക്സിയുടെ ബൗളിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തും എടുക്കാം. മിക്സിയുടെ ബൗളിൽ നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഒരു കപ്പ് കപ്പലണ്ടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ക്രഷ് ചെയ്ത് എടുത്തിട്ട് വരാം. കപ്പലണ്ടി എല്ലാം നല്ലോണം ക്രഷ് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് തേങ്ങ ഫ്രൈ ചെയ്തതിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ കോക്കനട്ട് ഫ്രൈ ചെയ്തതിലേക്ക് ആ കപ്പലണ്ടി നമ്മൾ ക്രഷ് ചെയ്തത് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം നമ്മൾ എടുത്തു വെച്ചിരുന്ന ഏലക്കയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലോണം മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് നെയ്യും ശർക്കര നമ്മൾ പാവാക്കി ഉരുക്കി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നല്ലോണം നമുക്കിത് മിക്സ് ചെയ്യാം. എടുത്തു വെച്ചിരുന്ന ജാഗ്രിയുടെ ശർക്കരപ്പാവ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള കപ്പലണ്ടിയും കോക്കനട്ടും വെച്ചിട്ടുള്ള സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈസിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാനും ഹെൽത്തി ആയിട്ടുള്ളതുമാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫ്രണ്ട്സ്.